ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മൈസൂരിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ തീർച്ചയായും മേലുകോട്ട് രായപുരം എന്ന ഈ സ്ഥലവും കാണുക. ദക്ഷിണേന്ത്യയിലെ മാണ്ഡ്യ ജില്ലയിലെ പാണ്ഡവപുര താലൂക്കിലെ മേലുകോട്ട് കർണാടകത്തിലെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ സ്ഥലം തിരുനാരായണപുരം എന്നും അറിയപ്പെടുന്നു. കാവേരി താഴ്വരയ്ക്ക് അഭിമുഖമായി യദുഗിരി, യാദവഗിരി, യദുശൈലദീപ എന്നിങ്ങനെ അറിയപ്പെടുന്ന പാറക്കെട്ടുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിൽ നിന്നും 51 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 133 കിലോമീറ്ററും മാണ്ഡ്യയിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരവുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3589 അടി ഉയരമുള്ള യദുഗിരി എന്ന പേരുള്ള ഒരു പാറക്കെട്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വാരാന്ത്യങ്ങളിൽ റോഡ് യാത്രകൾക്ക് ഈ സ്ഥലം മികച്ച ഓപ്ഷനാണ്. ഈ സ്ഥലം കാണാൻ ടിക്കറ്റ് ആവശ്യമില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ ചേലുവനാരായണസ്വാമി ക്ഷേത്രം. വാർഷിക ആഘോഷത്തിനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന കിരീടങ്ങളുടെയും ആഭരണങ്ങളുടെയും ശേഖരമുള്ള ചേലുവനാരായണസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥാനമാണ് മേലുകോട്ട്. ഈ അമ്പലം കാണുന്നതിനു മുമ്പ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ പണിതീരാത്ത ഗോപുരം കാണാനാണ് ഞങ്ങൾ പോയത്. ഇവിടം സന്ദർശിക്കാൻ പോകുന്നവർ അറിയേണ്ടത് ഭിക്ഷ തേടുന്നവർ ഇഷ്ടം പോലെ ഉള്ളതാണ്. വെറുതെ നിൽക്കുന്നവരും കൈനീട്ടും, പുറകെ വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. പടിക്കെട്ടുകൾ കയറി ആദ്യം നമ്മൾ കാണുക മേലുകോട്ടയിലെ റായഗോപുരത്തിൻ്റെ അപൂർണമായ 4 തൂണുകൾ. തിളങ്ങുന്ന നീലാകാശത്തിന് നേരെ അതിശയകരമായി തോന്നുന്നു. അത് പൂർണ്ണമായിരുന്നെങ്കിലോ ഗംഭീരമായി മാറുമായിരുന്നു. ഈ ഘടനയെ ചുറ്റിപ്പറ്റി നിരവധി നാടോടി കഥകൾ ഉണ്ട്. അവയിലൊന്നാണ് ഒറ്റ രാത്രി കൊണ്ട് തൂണുകളുടെ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു ശില്പിയെ വെല്ലുവിളിച്ചു. ശില്പിയും സംഘവും നന്നായി പ്രവർത്തിക്കുന്നതുപോലെ എതിരാളികൾക്ക് തോന്നി. ശില്പി ജയിക്കുമെന്നായപ്പോൾ പുലർച്ചെ 5 മണിക്ക് പകരം രാത്രി 2 മണിക്ക് പ്രഭാതമണി മുഴങ്ങി. നിരാശനായി ശില്പി തൻ്റെ ജോലി ഉപേക്ഷിച്ചു. തൂണുകൾ ഇന്നും അപൂർണമായി നിലകൊള്ളുന്നു. ഈ ഗോപുരത്തിൻ്റെ ചുമരുകളും തൂണുകളും ശില്പങ്ങളാൽ നിറഞ്ഞതാണ്. കൊത്തുപണി ചെയ്ത ചിത്രങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. ഇവിടുത്തെ കല്ലുകളിലെ മനോഹരമായ കൊത്തുപണികൾ കണ്ടിട്ട് വേണം ഉള്ളിൽ നിർമ്മിച്ച പടികൾ കയറി മുകളിലെത്താൻ. അവിടെ എത്തിയാൽ യദുഗിരി കുന്നുകളുടെ മനോഹരമായ കാഴ്ച തന്നെ കാണാം. '2007 ഗുരു എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഐശ്വര്യ റായ് നൃത്തം ചെയ്തത് ഇതേ സ്ഥലമല്ലേ? ഇതുപോലെയുള്ള പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു ലളിതമായ സ്ഥലത്ത് ലൈറ്റിനിങ് ഇഫക്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് അതിശയകരമാണ്. ഈ സ്വീക്വൻസ് ചിത്രീകരിച്ച റായഗോപുരം എന്ന സ്ഥലം കാണുന്നതിന് ബർസോരെ എന്ന ഗാനം കാണുക. നമ്മുടെ മലയാളം സിനിമ ദോസ്തിലെ പാട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ ദളപതി റൗഡി റാത്തോഡ് എന്ന സിനിമയുടെ ചിത്രീകരണവും ഇവിടെ നടന്നിട്ടുണ്ട്.
ആ മലയുടെ മുകളിൽ കാണുന്നതാണ് യോഗ നരസിംഹ ക്ഷേത്രം. അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ ചേലുവനാരായണ സ്വാമി ക്ഷേത്രം. ഭഗവാൻ ചേലുവനാരായണ സ്വാമി അല്ലെങ്കിൽ തിരുനാരായണനാണ് പ്രതിഷ്ഠ. ശ്രീരാമൻ്റെയും സൂര്യവംശ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും തലമുറകൾ ആരാധിച്ചിരുന്നു. പിന്നീട് ഇതേ പ്രതിഷ്ഠ ചന്ദ്രവംശത്തിലെ രാജാവിന് നൽകപ്പെട്ടു. ശ്രീകൃഷ്ണനും നിരവധി തലമുറകളും ആരാധിച്ചിരുന്നു. അതിനാൽ രാമനും കൃഷ്ണനും ആരാധിച്ചിരുന്ന ചേലുവനാരായണൻ വളരെ അതുല്യനാണ്. 12ാം നൂറ്റാണ്ടിൽ ശ്രീ വൈഷ്ണവ സന്യാസി രാമാനുജ ആചാര്യൻ ഏകദേശം 12 വർഷത്തോളം മേലുകോട്ടിൽ താമസിച്ചു. അപ്പോൾ മുതൽ വൈഷ്ണവരുടെ കേന്ദ്രമായി മാറി. 16ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രാഹ്മണർ താമസിച്ചിരുന്ന 1000ഓളം വീടുകൾ ഉണ്ടായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ തൻ്റെ സൈന്യത്തോട് ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ബ്രാഹ്മണരെ വധിക്കുവാൻ ഉത്തരവിട്ടു. ദീപാവലിയുടെ ആദ്യ ദിവസം സൈന്യം 1500 മാണ്ഡ്യ ബ്രാഹ്മണന്മാരെ കൊന്നൊടുക്കി. അന്നു മുതൽ മേലുകോട്ടയിലെ ജനങ്ങൾ ദിയകൾ കത്തിക്കുകയോ ദീപാവലി ആഘോഷിക്കുകയോ ചെയ്യുന്നില്ല. ഈ അമ്പലത്തിൻ്റെ പുറംതൂണുകൾ ചിത്രപ്പണികളാൽ നിറഞ്ഞതാണ്. ഇവിടുത്തെ വാർഷികോത്സവമാണ് വൈരമുടി ബ്രഹ്മോത്സവം. ഇവിടുത്തെ രഥോത്സവം വർഷം തോറും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്നു. ഈ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഇതിൻ്റെ ബാക്കി ഭാഗമായ യോഗ നരസിംഹ ക്ഷേത്രത്തിൻ്റെ വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.